പ്രിയ കൂട്ടുകാരെ, നമുക്കിന്ന് ക്ലാസിക് കാവ്യസങ്കേതങ്ങളോട് വളരെയധികം ആഭിമുഖ്യം പ്രദർശിപ്പിച്ച ഉല്ലേഖ ഗായകനായ ആധുനിക കവിത്രയത്തിലെ മഹാകവിയായ ശ്രീ ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കാവ്യരചനാ രീതികളെക്കുറിച്ച് പഠിക്കാം. പാണ്ഡിത്യവും കവിത്വവും ഒത്തിണങ്ങിയ സവിശേഷ വ്യക്തിത്വത്തിൻ്റെ ഉടമയായി മഹാകവി ഉള്ളൂരിനെ കാണുന്നു. കവി, സാഹിത്യ ചരിത്രകാരൻ, ഭാഷാ ചരിത്ര ഗവേഷകൻ, പ്രബന്ധകാരൻ തുടങ്ങി സാഹിത്യത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ അർപ്പിതമായ ചേതസ്സോടുകൂടി സേവനം നടത്തി സമാരാധ്യനായി തീർന്ന പ്രതിഭാശാലിയായിരുന്നു മഹാകവി ഉള്ളൂർ. സാമാന്യ വിദ്യാഭ്യാസം കൊണ്ട് സമ്പന്നമായ ഒരു സാധാരണ ബ്രാഹ്മണ കുടുംബത്തിലാണ് ഉള്ളൂർ ജനിച്ചു വളർന്നത്. അധ്യാപകനായിരുന്ന അച്ഛൻ്റെ ജോലിസ്ഥലമായ ചങ്ങനാശ്ശേരിയിലാണ് പരമേശ്വരയ്യർ ജനിച്ചത്. 1877 ജൂൺ 6. അദ്ദേഹത്തിന് ആധുനിക അക്കാദമിക വിദ്യാഭ്യാസത്തിൻ്റെ മുകൾ തട്ട് വരെ എത്താൻ സാധിച്ചു. എങ്കിലും സംസ്കൃത ഭാഷയും ആർഷ സംസ്കാരവുമാണ് ഉള്ളൂരിൻ്റെ കാവ്യപ്രപഞ്ചത്തിൻ്റെ അസ്ഥിവാരം ഉറപ്പിച്ചത്. കവിതയെ താൻ ഉൾക്കൊണ്ട സംസ്കാരത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും സർഗപരമായ പ്രകാശനമായി അദ്ദേഹം കണ്ടെത്തുകയാണ് ചെയ്തത്. ഉള്ളൂർ കവിതകളിൽ പൊതുവെ കാണപ്പെടുന്ന ഭാവരൂപപരമായ കാഠിന്യത്തിനും പരുപരിപ്പിനും ഒരുപക്ഷെ ഇതാണ് കാരണവും. കർണഭൂഷണം, പിങ്കള, ഭക്തിദീപിക, ചിത്രശാല, കിരണാവലി, താരഹാരം, തരങ്കിണി, മണിമഞ്ജുഷ, ദീപാവലി, കൽപ്പശാഖി, അമൃതധാര തുടങ്ങിയവയാണ് ഉള്ളൂരിൻ്റെ പ്രധാന ഖണ്ഡകാവ്യങ്ങളും കവിതാ സമാഹാരങ്ങളും. ഉമാകേരളം എന്ന ഒറ്റ മഹാകാവ്യം കൊണ്ട് തന്നെ 1914 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഈ മഹാകാവ്യം കൊണ്ട് തന്നെ മലയാള സാഹിത്യത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടാൻ മഹാകവി ഉള്ളൂരിന് കഴിഞ്ഞു. ഉള്ളൂരിൻ്റെ കാവ്യപ്രപഞ്ചത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭാരതീയ പൈതൃകത്തിൻ്റെ അന്തസത്ത പുനരാവിഷ്കരിക്കുന്നതിലാണ് കവിയായ ഉള്ളൂർ പ്രധാനമായും ശ്രമിച്ചത്. ഉള്ളൂർ കവിതകളുടെ അന്തർഭാവവും മറ്റൊന്നായിരുന്നില്ല. ഭാരതീയ സംസ്കാരത്തോട് കവിക്കുള്ള ആത്മബന്ധത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും നിദർശനമായി കരുതാം അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളെ. പുരാണ ഇതിഹാസ പ്രസിദ്ധങ്ങളായ കഥാപാത്രങ്ങൾക്ക് ശക്തിയും ചൈതന്യവും നൽകി അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അത്യസാധാരണമായ കഴിവ് പ്രശംസനീയം തന്നെയാണ്. കർണഭൂഷണമാണ് ഉള്ളൂർ കവിതകളുടെ താഴികക്കുടം. അതിൽ കർണനെ ആർഷധർമ്മത്തിൻ്റെയും ആത്മത്യാഗത്തിൻ്റെയും ഉത്കൃഷ്ട പ്രതീകമായി ചിത്രീകരിക്കുന്നു. ദാനശീലവും വീരത്വവും ഒത്തിണങ്ങിയ മറ്റൊരു കഥാപാത്രത്തെ പുരാണങ്ങളിൽ നിന്ന് എടുത്തു കാണിക്കാനാവില്ല. ഒരു ഇതിഹാസ പുരുഷന്റെ ധീരോദാത്തതയും മാനവിക നന്മയിൽ നിന്ന് ഉയർകൊണ്ട സ്വാർത്ഥ ത്യാഗവും കർണന്റെ വ്യക്തിത്വത്തെ ഉദാത്തമാക്കുന്നു. താനേ താൻ വന്നിങ്ങു യാചിച്ചാൽ പോലും ഞാൻ പ്രാണനും ദേഹവും നൽകിയേനേ എന്ന് സ്വന്തം മനോഭാവം തുറന്നു കാണിക്കുന്ന കർണൻ കാലിക പ്രസക്തിയുള്ള ഉജ്ജ്വലമായ കഥാപാത്രമാണ്. പിങ്കള എന്ന വാരസ്ത്രീയുടെ കഥ ഭാരതത്തിലും ഭാഗവതത്തിലും പരാമർശിച്ചിട്ടുള്ളതാണ്. ഈ ഉപാഖ്യാനമാണ് ഉള്ളൂരിൻ്റെ പിങ്കള കാവ്യത്തിന് ആധാരം. പുരാണപ്രസിദ്ധമായ ഈ ജീവൻ മുക്തയുടെ അത്ഭുതകരമായ ജീവിതം ഭാരതത്തിൽ ഒരു ഭാസുരദീപം പോലെ പ്രകാശിച്ചിരുന്നതായി ഉള്ളൂർ രേഖപ്പെടുത്തുന്നു. ശാന്തരസപ്രധാനമായ ഒരു കാവ്യമാണിത്. ദുശ്ചരിതയായ പിങ്കളയ്ക്ക് അവസാന കാലത്ത് യാമാർത്ഥത്തെ പ്രാർത്ഥന കൊണ്ട്
മോക്ഷം ലഭിച്ചതായി ഈ കൃതിയിൽ വിവരിക്കുന്നു. അവൾക്കതിനുള്ള മാർഗദർശനം നൽകിയത് സനാതനമായ ധർമ്മമാണ്. ഈശ്വരനും വിശ്വാസവും സവർണ ആധിപത്യത്തിലാണെന്ന ധാരണ തിരുത്തിക്കുറിക്കുന്ന ഉള്ളൂരിന്റെ കാവ്യമാണ് ഭക്തിദീപിക. ശങ്കരാചാര്യരുടെ പ്രധാന ശിഷ്യനായ സനന്ദനന് സാധ്യതമാകാതിരുന്ന നരസിംഹമൂർത്തി ദർശനം വേടക്കിടാത്തനായ ചാത്തനിലൂടെ സഫലീകൃതമാകുന്ന പുരാണ കഥയാണിതിൽ പ്രതിപാദിക്കുന്നത്. പുരാണ കഥാപാത്രങ്ങൾക്ക് ആധുനിക ജീവിതത്തിൻ്റെയും ചിന്തയുടെയും വെളിച്ചത്തിൽ പുതുജീവൻ നൽകാൻ ഉള്ളൂരിന് സാധിക്കുന്നു. പുരാണ ഇതിഹാസങ്ങളിൽ നിന്ന് സമാർജിക്കാൻ കഴിഞ്ഞ ക്ലാസിക് സംസ്കാരത്തിൻ്റെ വർണ്ണഭംഗികളാണ് ഉള്ളൂരിൻ്റെ കൃതികളിലെല്ലാം വെട്ടിത്തിളങ്ങുന്നത്. സമകാല ജീവിതത്തിലേക്ക് പ്രാക്തന സംസ്കാരത്തിൻ്റെ ജീവവായു പ്രസരിപ്പിക്കുകയാണ് ഉള്ളൂരിൻ്റെ ലക്ഷ്യം. മിസ് കാതറൈൻ മേയോ എന്ന അമേരിക്കൻ വനിത ഇന്ത്യയെ അപമാനിക്കും വിധം പ്രത്യേകിച്ച് ഭാരത സ്ത്രീകളെ എഴുതിയ ഗ്രന്ഥത്തിനുള്ള മറുപടിയാണ് ചിത്രശാല എന്ന കാവ്യം. ഇതിൽ പുരാണ വനിതകളുടെ മഹത്വവും വ്യക്തിത്വവും ഉള്ളൂർ ചിത്രീകരിക്കുന്നുണ്ട്. പുരുഷനോടൊപ്പം സ്ത്രീയും സ്വാതന്ത്ര്യം കൈക്കൊള്ളട്ടെ, പേറട്ടെ സീമാതരം രണ്ടു കൂട്ടരും സമം എന്നീ വരികളിൽ ഉള്ളൂരിൻ്റെ സ്ത്രീ സങ്കല്പം വ്യക്തമാണ്. ഖണ്ഡകാവ്യങ്ങൾ, മഹാകാവ്യം എന്നിവ കൂടാതെ 170ഓളം കവിതകൾ, അനുഷ്ടുപ്പ് വൃത്തത്തിൽ രചിച്ച 500ഓളം സുഭാഷിത പദ്യങ്ങൾ, 13 കൂട്ടുകവിതാ സമാഹാരങ്ങൾ, വഞ്ചീശഗീതി, ചിത്രോദയം, ചൈത്ര സ്വഭാവം, ശരണോപഹാരം തുടങ്ങിയ ചില ലഘുകാവ്യങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം എഴുതിയ 15ഓളം ബാലകവിതകൾ, ഇത്രയും കൂടി ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഒരു കാവ്യ പ്രപഞ്ചം തന്നെയാണ് ഉള്ളൂരിനുള്ളത്. രാജശക്തി, പ്രകൃതിപ്രേമം, വേദാന്തം, ഹിന്ദുമത തത്വങ്ങൾ, ദേശചരിത്രം, ദേശഭക്തി എന്നിവ മാത്രമല്ല, തൻ്റെ കൊക്കിലൊതുങ്ങിയ ചില കാലിക സാമൂഹിക പ്രശ്നങ്ങളും കവിതയ്ക്ക് വിഷയമാക്കാൻ മഹാകവി ഉള്ളൂർ മടിച്ചില്ല. ധർമ്മബോധ പ്രേരിതമായ പൗരാണിക സംസ്കാരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ നിപുണ ദൃഷ്ടി കടന്നു ചെന്നെങ്കിൽ അതിന് കാരണം ഉള്ളൂരിൻ്റെ ജീവിത സാഹചര്യങ്ങളും സംസ്കൃത വിദ്യാഭ്യാസവുമായിരുന്നു. ഭൗതികവും ആത്മീയവുമായ നന്മ തിന്മകളിലൂടെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ കടന്നു ചെല്ലാനാണ് ഉള്ളൂർ ശ്രമിക്കുന്നത്. പലപ്പോഴും ഭൗതിക ജീവിതം കവി നിഷേധിക്കുന്നു എന്ന ആരോപണം ശരിയല്ല. അതുമാത്രമാകരുത് ജീവിതമെന്ന സിദ്ധാന്തം മാത്രമേ അദ്ദേഹത്തിൻ്റെ ദർശനമായി നാം കാണേണ്ടതുള്ളൂ. ഒരാദർശവാദിയുടെ മതനിഷ്ഠതയും ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ള ആധ്യാത്മിക കർമ്മനിരതയും ഇവയിലാണ് ഉള്ളൂർ ഊന്നിയത്. വേടക്കിടാത്തനിൽ സ്നേഹത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ഔന്നത്യം കണ്ടെത്തിയ കവി മനുഷ്യ സ്നേഹമാണ് എല്ലാറ്റിലും വലുതെന്ന് ഉറപ്പിച്ചു പറയുന്നു. അദമ്യമായ ഈ ഉൾക്കാഴ്ച തൻ്റെ കാവ്യജീവിതത്തിൻ്റെ അന്തർധാരയായി എക്കാലവും ഉള്ളൂർ നിലനിർത്തിപ്പോന്നിരുന്നു. ആശാനെ പോലെ സാമൂഹിക വിപ്ലവത്തിന് കാഹളം മുഴക്കിയില്ല ഉള്ളൂർ. വള്ളത്തോളിനെ പോലെ ദേശീയ പ്രബുദ്ധതയുടെ മുഖ്യധാരയുമായി അലിഞ്ഞു ചേർന്നുമില്ല. പകരം ക്ലാസിക് സംസ്കാരത്തിൻ്റെ അകത്തളങ്ങളിൽ പലപ്പോഴും നിലയുറപ്പിച്ചപ്പോഴും ജന്മം കൊണ്ട് മേലാളനായ ഉള്ളൂർ അടിച്ചമർത്തപ്പെട്ട അധകൃതവർഗത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനു വേണ്ടി തൻ്റെ തൂലിക ചലിപ്പിക്കുകയും ചെയ്തു. വേടക്കിടാത്തനിലൂടെ ആ വർഗത്തിൻ്റെ ആത്മത്യാഗപരമായ ജീവിത മഹത്വം ഉദ്ഘോഷിച്ചു. മണ്ണിൻ്റെ മണവും വികാരവും ഒത്തുചേർന്ന വിചാരധാരയിലെ നീലിപ്പുലക്കള്ളി അധ്വാനശീലയായ തൊഴിലാളിയാണെന്നതിൽ എന്താണ് സംശയമുള്ളത്? പ്രഭാതം മുതൽ പ്രദോഷം വരെ പാടത്തു പണി ചെയ്ത് ക്ലേശിക്കുന്ന നീലിയിൽ തൂവേർപ്പണി തുള്ളികൾ കൊണ്ടിവൾക്ക് നെറ്റിത്തടത്തിൽ വളർമുത്തുപട്ടം, പാടത്തിലെ പാഴ്ചെളിനീരുകൊണ്ട് പാടീര പങ്കദ്രവം എന്തു ചെയ്യാം എന്നീ പ്രകാരം കവി അധ്വാനത്തിൻ്റെ മഹത്വവും കണ്ടെത്തുന്നുണ്ട്. ചണ്ടാളനിലും ബ്രാഹ്മണനിലും ഒരേ ജീവചൈതന്യമാണ് സ്ഫുരിക്കുന്നതെന്ന് പ്രേമസംഗീതത്തിലൂടെ വ്യക്തമാക്കിയ കവി
മനുഷ്യൻ വെച്ചു പുലർത്തുന്ന ഉച്ചനീചത്വങ്ങൾ പ്രത്യക്ഷമായി എതിർക്കുക തന്നെയാണ് ചെയ്തത്. പലപ്പോഴും ഉള്ളൂരിന്റെ ഉൽപ്പതിഷ്ണുത്വം സ്വന്തം സമുദായത്തിന്റെ വരെയും എതിർപ്പിന് പാത്രമായിട്ടുണ്ട്. ജ്യോതിശാസ്ത്രം, ഊർജതന്ത്രം, രസതന്ത്രം, ജൈവശാസ്ത്രം തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങളിലെ ഭൗതിക സത്യങ്ങൾ തൻ്റെ കവിതയിലൂടെ പ്രകടമാക്കാൻ മഹാകവി ഉള്ളൂർ തയ്യാറായിട്ടുണ്ട്. ഉള്ളൂരിന്റെ ബാലകവിതകൾ ലളിത സുന്ദരവും ആശയസമ്പുഷ്ടങ്ങളുമാണ്. ഓമനെ നീയുറങ്ങെന്മിഴി വണ്ടിണ തൂമലർ തേൻകുഴമ്പെന്റെ തങ്കം. അതുപോലെ തന്നെ പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം തുടങ്ങിയ ബാലകവിതകൾ ഇന്നും നമ്മുടെ ചുണ്ടുകളിൽ തത്തിക്കളിക്കുന്നവ തന്നെയാണ്. മനുഷ്യജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണെന്ന ആർഷവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നു ഉള്ളൂർ. ഭൗതിക ജീവിതം നിഷേധിക്കാതെ ആത്മസാക്ഷാത്കാരം നേടുക എന്നിടത്താണ് ഉള്ളൂർ മനസ്സൂന്നിയത്. മനുഷ്യന്റെ ഉത്കർഷേച്ഛ അവന്റെ ഭൗതിക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർവസാഹോദര്യം അംഗീകരിക്കുന്ന ബ്രഹ്മവിദ്യാ സിദ്ധാന്തം സ്വന്തം ദർശനത്തിന്റെ ഭാഗമാക്കി അദ്ദേഹം ആധുനിക പുരോഗമന ചിന്താ പദ്ധതികളോട് ഒരിക്കലും വിപ്രതിപത്തി പുലർത്തിയിരുന്നില്ല മഹാകവി ഉള്ളൂർ. ഭാരതീയ സംസ്കാരത്തിന്റെ സത്വശങ്ങളാണ് അദ്ദേഹം എന്നും ആദരിച്ചത്. അയിത്തവും ജാതി വ്യവസ്ഥയും അന്ധവിശ്വാസവും ഉച്ചനീചത്വവും മതാന്ധതയും ഉള്ളൂരിന്റെ ജീവിത ബോധത്തിന് നിരക്കുന്നതായിരുന്നില്ല. മതത്തിന്റെ മറയ്ക്കുള്ളിൽ മതം നിന്ന് കാട്ടിക്കൂട്ടും മനുഷ്യദ്രോഹത്തെ ഉള്ളൂർ എന്നും എതിർത്തിരുന്നു. ഉള്ളൂർ കവിതയെ ഏകാന്ത പ്രൗഢമായ കലാശില്പമായി തന്നെ വിശേഷിപ്പിക്കാം. ഈ പ്രൗഢ സൗന്ദര്യം ചിന്താശീലർക്ക് പ്രിയങ്കരം തന്നെയാണ്. ആശാനേക്കാളേറെ കാലം അധ്യാപകനായി സേവനം അനുഷ്ഠിക്കുകയുണ്ടായി ഉള്ളൂർ. അധ്യാപനത്തിൽ നിന്ന് ലഭിച്ച അനുഭവജ്ഞാനം അദ്ദേഹത്തിന്റെ ബാലകവിതകളിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആശാനും വള്ളത്തോളിനും എത്രയോ അനുകർത്താക്കളുണ്ടായി. പക്ഷെ ഉള്ളൂരിന് അത്തരത്തിലുള്ള അനുകർത്താക്കളുടെ നിര നമുക്ക് കാണാനായിട്ട് കഴിയുന്നില്ല. ഒരുപക്ഷെ ഉള്ളൂർ കവിതയിലെ ദൈക്ഷണികവും വൈജ്ഞാനികവുമായ ജടിലതയാണ് ഇതിന് കാരണമെന്നും പറയുന്നു. ഉജ്ജ്വലമായ കാവ്യവിഭൂതി, അനന്യസാധാരണമായ കൽപ്പനാവൈഭവം, ഉല്ലേഖ ചാതുരി, ഭാരതീയ തത്വചിന്തയുടെ കലർപ്പില്ലാത്ത പ്രതിപാദനം തുടങ്ങിയവ ഉള്ളൂർ കവിതകളുടെ സജീവമായ അംശങ്ങളാണ്. വാൽമീകിയുടെയും വ്യാസന്റെയും ലോകോത്തര വിചാരങ്ങൾ ഉള്ളൂർ തന്റെ ആത്മഭാവങ്ങളാക്കി മാറ്റുകയാണുണ്ടായത്. ക്ലാസിക് നിയോ ക്ലാസിക് പ്രവണതകളാണ് പലപ്പോഴും ഉള്ളൂർ കവിതകളിൽ തെളിഞ്ഞു കാണുന്നത്. പലപ്പോഴും ഈ ക്ലാസിക് പാരമ്പര്യമാണ് ഉള്ളൂർ കവിതകളെ ക്ലിഷ്ടകരമാക്കാനും കാരണമായത്. വെൺമണി പ്രസ്ഥാനത്തിന്റെ മുഖ്യ സംഭാവനയായ ഭാഷയെ ലളിതവൽക്കരിക്കുക എന്ന ആശയത്തിന് എതിരായി പല കവിതകളിലും നമുക്ക് ഉള്ളൂരിന്റെ രചനാരീതി കാണാൻ കഴിയുന്നു. അതിനാൽ സാധാരണ വായനക്കാരിൽ നിന്ന് ചില രചനകളൊക്കെ അല്പം അകന്നു നിൽക്കുന്നതായിട്ടും കാണാൻ കഴിയും. എങ്കിലും കവിയുടെ പ്രതിഭയും പാണ്ഡിത്യത്തിന്റെ ആ ആധിപത്യവും എല്ലാം കവിയുടെ അറിവിന്റെ അഗാധതയെ തന്നെയാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. ആധുനിക മലയാള കവിതയുടെ ആശയമണ്ഡലം വിസ്തൃതമാക്കാൻ ഉള്ളൂർ നിർവഹിച്ച പങ്കിനെ നമുക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയുകയില്ല. ദ്വിതീയാക്ഷര പ്രാസദീക്ഷയോടെ കേരളവർമ്മ പ്രസ്ഥാനത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു മഹാകാവ്യമാണ് ഉള്ളൂരിന്റെ ഉമാകേരളം. ആകെ 19 സർഗങ്ങളാണ് ഇതിനുള്ളത്. മലയാളത്തിലെ മഹാകാവ്യങ്ങളിൽ പ്രഥമ സ്ഥാനത്തെ അലങ്കരിക്കുന്നതും ഈ കൃതിയാണ്. ഒരു ചരിത്രകഥയെ മഹാകാവ്യ വിഷയമാക്കിയതും ഉള്ളൂരാണ്. കൊല്ലവർഷം 9-ാം ശതകത്തിൽ തിരുവിതാംകൂറിൽ നടന്ന ചില പ്രസിദ്ധ ചരിത്ര വസ്തുതകളാണ് ഇതിന്റെ പശ്ചാത്തലം. ആദിത്യവർമ്മയുടെ പുത്രിയായ കല്യാണിയുടെയും സജീവനായ രവിവർമ്മയുടെയും പ്രേമകഥകൾ ചരിത്രത്തിൽ ഇല്ലാത്തവയാണെങ്കിലും ചരിത്രത്തോടത് ഘടിപ്പിക്കുന്നതിൽ കവി അസാമാന്യമായ പാടവമാണ് പ്രദർശിപ്പിക്കുന്നത്. ഘടനാപരമായ വൈശിഷ്ട്യം, ഭാവനാ വൈദഗ്ധ്യം, അലങ്കാരപ്രയോഗ ചാതുര്യം എന്നീ അംശങ്ങളിൽ
ഉമാകേരളം ഇതര മഹാകാവ്യങ്ങളെ പിന്നിലാക്കുന്ന കൃതി തന്നെയാണ്. കേരളത്തിൻ്റെ ഭൂതകാല മഹത്വവും പ്രകൃതി ലാവണ്യവും ഇതിൽ തന്മയത്വത്തോടെ കവി വർണ്ണിച്ചിരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ആംഗല സാഹിത്യത്തിലെ ആത്മഗീതങ്ങളുടെയും ആഖ്യാന കാവ്യങ്ങളുടെയും പ്രചോദനം കൊണ്ട് ഭാവപ്രധാനമായ ഖണ്ഡകാവ്യ പ്രസ്ഥാനം മലയാളത്തിൽ തഴച്ചു വളർന്ന് വ്യവസ്ഥാപിതമായി കഴിഞ്ഞതിന് ശേഷമാണ് ഉള്ളൂർ ആ വഴിക്ക് തിരിഞ്ഞത്. അനന്തരം അദ്ദേഹം എഴുതിയ കവിതകളിൽ മഴത്തുള്ളി, പെരിയാറ്റിനോട് എന്നിവ ആത്മഗീതങ്ങളാണ്. മഴത്തുള്ളിയും പെരിയാറും കവിഹൃദയത്തിൽ ഉണർത്തിയ വികാര വിചാരങ്ങളുടെ പ്രകാശനമാണ് ഈ കൃതികളിൽ കാണാൻ കഴിയുന്നത്. കന്യാകുമാരിയിലെ സൂര്യോദയത്തിൽ അധികം ഭാഗവും വസ്തുനിഷ്ഠമായ വർണ്ണനയ്ക്കായി ചെലവഴിച്ചിരിക്കുന്നതിനാൽ ആത്മഗീത സ്വഭാവങ്ങൾ അതിലധികം കാണാൻ കഴിയുന്നില്ല. എങ്കിലും ഉപദേഷ്ടാവായ ഒരു കവിയെയാണ് സൗഭ്രാത്ര ഗാനം, ഉദ്ബോധനം, തത്വചിന്ത എന്നീ ഉള്ളൂർ കവിതകളിൽ നമ്മൾ കാണുന്നത്. സഹോദര ജീവികളായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യർ ജാതി മതാദി കാര്യങ്ങളെ മുറുകെ പിടിച്ച് തമ്മിൽ തമ്മിൽ ദ്വേഷിക്കുകയും ഹിംസിക്കുകയും ചെയ്യുന്നതിൻ്റെ അനാശാസ്യതയും ബുദ്ധിഹീനതയും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞ് സ്നേഹത്തിൻ്റെ ശംഖധ്വനി മുഴക്കുന്ന കൃതിയാണ് ഉള്ളൂരിൻ്റെ സൗഭ്രാത്രഗാനം എന്ന കൃതി. വിഘ്നങ്ങളെയും പരാജയങ്ങളെയും വകവയ്ക്കാതെ മുന്നോട്ട് നീങ്ങുവാൻ അദ്ദേഹം ഈ കൃതിയിലൂടെ ആഹ്വാനം ചെയ്യുന്നു. നിഷ്ക്രിയത്വത്തെ അങ്ങേയറ്റം അദ്ദേഹം ശപിക്കുന്നുണ്ട്. പുരാണങ്ങളെയും ഐതിഹ്യങ്ങളെയും ചരിത്രകഥകളെയും ഉപജീവിച്ച് ത്യാഗബുദ്ധി, രാജഭക്തി, വീര്യം തുടങ്ങിയ മാനവ ഗുണങ്ങളുടെ ഉത്കർഷത്തെ വാഴ്ത്തുന്നവയാണ് ഉള്ളൂരിൻ്റെ ആഖ്യാന കാവ്യങ്ങളെല്ലാം. വീരവൈരാഗ്യം, ദിവ്യസാന്ത്വനം, ഹീര, കപിലവസ്തുവിലെ കർമ്മയോഗി, കബീർദാസൻ, വീരമാതാവ്, മഹാമേരുവിൻ്റെ മനസ്താപം എന്നിങ്ങനെ മിക്ക കവിതകളും ഈ വകുപ്പിലാണ് ഉൾപ്പെടുന്നത്. ഒരു പുലക്കള്ളിയുടെ ദർശനത്തിൽ ജാതിമത ഭേദത്തെക്കുറിച്ചുള്ള പല വിചാരങ്ങളും കവിക്കുണ്ടാകുന്നത് നാം വിചാരധാരയിലൂടെ പരിചയപ്പെടുന്നു. ഭർത്തൃചരമം കൊണ്ട് നിരാലംബയായി തീർന്ന ഒരു യുവതിയെ സ്വപ്നം കണ്ട് കവി ദുഃഖവിവശനാകുന്ന രംഗമാണ് ഒരു സ്വപ്നത്തിലെ ഉള്ളടക്കം. ചുരുക്കത്തിൽ ആശയസമൃദ്ധിയും കൽപ്പനാസമ്പത്തും ഉള്ളൂർ കവിതയിൽ അടിമുടി പ്രകടമാകുന്നുണ്ട്. ഉജ്ജ്വലമായ ശൈലിയാണ് ഉള്ളൂർ നിയതമായി പ്രയോഗിക്കുന്നത്. ഏക വിഷയത്തെ കേന്ദ്രീകരിച്ച് വേണം ഖണ്ഡകാവ്യ സൃഷ്ടി നിർവഹിക്കേണ്ടത് എന്ന നിയമം അദ്ദേഹം പരിപാലിക്കുന്നുണ്ട്. ഉക്തി വൈചിത്ര്യം ഉള്ളൂർ കവിതയുടെ ഒരു പ്രാണവായുവാണ്. ഉദ്ബോധനം അതിൻ്റെ മുഖ്യ ലക്ഷ്യവുമാണ്. ആ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ട ഗൗരവം എപ്പോഴും കവിയിലും കവിയുടെ കൃതികളിലുമൊക്കെ നമുക്ക് തെളിഞ്ഞു കാണാം. മഹാകവി ഉള്ളൂരിൻ്റെ കവിതകളിൽ ഏറ്റവും ശ്രേഷ്ഠമായി, ഉദാത്തമായി, വിശ്വമാനവിക കാഴ്ചപ്പാടിൻ്റെ മകുടോദാഹരണമായി എല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന കവിതയാണ് പ്രേമസംഗീതം. പ്രേമസംഗീതം എന്ന കവിതയെ വ്യാഖ്യാനിക്കുമ്പോൾ വാക്കുകൾക്ക് അതീതമായ ഒരു ഭാവപ്രപഞ്ചമാണ് കവിതയിൽ നാം കാണുന്നത്. ഒരൊറ്റ മതമുണ്ടുലകിന്നുയരാം പ്രേമമതെന്നല്ലോ എന്ന് തുടങ്ങുന്ന വരികളിൽ ഈ ലോകത്ത് ഒരേ ഒരു മതമേയുള്ളൂ, അത് പ്രേമമാണ്, വിശ്വപ്രേമമാണ്. സ്നേഹമെന്ന സങ്കല്പത്തിൻ്റെ ഏറ്റവും മഹത്തരമായ ഭാവത്തെ ഉള്ളൂർ ഈ കവിതയിലൂടെ വരച്ചു കാണിച്ചിരിക്കുകയാണ്. ഈ സ്നേഹസങ്കല്പം എന്ന് പറയുന്നത് പാർവണ ശശിബിംബം പോലെ, നിലാവ് പോലെ നമ്മെ നിലാവിൻ്റെ ആ പാലമൃതൂട്ടുന്ന മനോഹര ഭാവമായിട്ട് മഹാകവി ഉള്ളൂർ പ്രേമസംഗീതത്തിൽ ചിത്രീകരിക്കുന്നുണ്ട്. ഭക്തി, അനുരാഗം, ദയ തുടങ്ങി പല രീതിയിൽ പരമാത്മ ചൈതന്യം പേറി ഈ ലോകത്ത്, ഈ പാരിൽ, ഈ പ്രപഞ്ചത്തിൽ സ്നേഹമെന്ന വികാരം പ്രകാശമരുളുന്നുണ്ട്. എത്രയെത്രയോ സ്നേഹത്തിൻ്റെ, ആ വിശ്വസ്നേഹത്തിൻ്റെ, പ്രപഞ്ചത്തിൽ കുടികൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വികാരത്തെ എത്രയെത്രയോ ഭാവങ്ങളിലാണ് മഹാകവി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ സ്നേഹത്തിന്, പ്രപഞ്ച സ്നേഹം എന്ന് പറയുന്ന ആ വലിയൊരു സ്നേഹത്തിന്, സ്നേഹസങ്കല്പത്തിന് ഏറ്റവും വലിയ ശത്രുവായിട്ട് പറയുന്നത് നാസ്തികതയാണ്. ആ വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ
ആ പ്രപഞ്ചമാകുന്ന ദർശനത്തോട്, പ്രപഞ്ചത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ആ തീവ്രമായ ആ ശക്തിയോട്, സ്നേഹമെന്ന ശക്തിയോട് പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ നാം പലപ്പോഴും അന്ധകാരത്തിന് അടിമപ്പെടുകയാണ്, അകാലമായ മൃത്യുവാണ് വരിക്കുന്നതെന്നാണ് കവി പറയുന്നത്. അത് ആ സ്നേഹരാഹിത്യം തന്നെ മരണദേവതയായി മാറുന്നു, മണവറയെ പട്ടട പോലും ആക്കുന്നു. അത് ഉദ്യാനത്തെ മരുഭൂമിയാക്കി മാറ്റുന്നു. വിദ്വേഷം എന്ന് പറയുന്നത് ഈ സ്നേഹരാഹിത്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നത് തന്നെയാണ്. പ്രേമസംഗീതത്തിന്റെ വരികളിലൂടെ പോകുമ്പോൾ ഓരോ വരികളും പകർന്നു തരുന്നത് വരികൾക്കപ്പുറത്തുള്ള ആശയത്തെ തന്നെയാണ്. പ്രപഞ്ചമാകുന്ന മുകുരം നമ്മുടെ രൂപം പ്രതിബിംബിക്കുന്നതും, പ്രപഞ്ചമാകുന്ന കുഹരത്തിൽ നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിക്കുന്നതും കവി നമുക്ക് കാണിച്ചു തരികയാണ്. ഈ ലോകത്ത് നമ്മെ കാണാൻ മറ്റൊരിടത്തും പോകേണ്ടതില്ല, ഇവിടെ തന്നെ നമ്മൾ ഉണ്ട് എന്നുള്ള സനാതനമായ ഒരു നിയമമാണ്, ഒരു സത്യസംഹിത തന്നെയാണ് ഉള്ളൂർ അവതരിപ്പിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന്റെ റോൾ എന്താണ് എന്ന് കവി വ്യക്തമാക്കി കാണിച്ചു തരുന്നു. കേവലം ഒരു നടൻ മാത്രം, ഈ അരങ്ങിൽ നൃത്തം ചെയ്യുന്ന ഒരു നടൻ മാത്രമാണ് നമ്മൾ, അഭിനേതാക്കൾ മാത്രം. ഇവിടെ നമ്മൾ വിതയ്ക്കുന്ന വിത്തിന്റെ ഫലത്തെ നാം തന്നെ കൊയ്യുന്നു. എത്രയോ അർത്ഥഗംഭീരമായ വാക്കുകളാണവ. ഈ പ്രപഞ്ചത്തിൽ തന്നെ വിധിന്യായങ്ങളുണ്ട്. ഇവിടെ നാം ചെയ്യുന്നതിന്റെ ഫലം നാം തന്നെ അനുഭവിക്കുന്നു. ഈ പ്രപഞ്ചം തന്നെ അതിന് നമുക്ക് പട്ടും വെട്ടും പകരത്തിന് പകരമായിട്ടരുളുന്നു. എന്താണോ നാം കൊടുക്കുന്നത് നമുക്ക് തിരിച്ചു കിട്ടുന്നു. വിളക്ക് കൈവശമുള്ളവൻ എവിടെയും ഈ വിശ്വം ദീപമയമാണ്. വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രന് മേന്മേൽ അമൃതമയവും. എത്ര ഉദാത്തമായ വരികളാണിവ. ഈ പ്രപഞ്ചത്തെ പ്രകാശമുള്ളതായി കാണണമെങ്കിൽ ഈ വിളക്ക് കൈവശമുണ്ടായിരിക്കണം. നമ്മിൽ തന്നെ പ്രകാശമില്ലെങ്കിൽ നമുക്ക് ഈ പ്രകൃതിയിൽ, ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ പ്രകാശം കണ്ടെത്താൻ കഴിയും? നമ്മുടെ മനസ്സിൽ വെണ്മയില്ലെങ്കിൽ, വെണ്മയോട് കൂടിയ മനസ്സാണെങ്കിൽ നമുക്ക് ജീവിതം അമൃത തുല്യമായിട്ട് മാറുന്നു. ഈ ലോകത്തിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ പ്രേക്ഷകനില്ലെങ്കിൽ സൗന്ദര്യം എവിടെ? കാഴ്ചക്കാരനില്ലെങ്കിൽ ഈ സൗന്ദര്യത്തിന് പ്രസക്തിയുണ്ടോ? ഈശ്വരന്റെ സൃഷ്ടിയിൽ ഇവിടുത്തെ ഓരോ ചരാചരങ്ങളും ഒരുപോലെ തന്നെയാണ്. എത്രമാത്രം സാഹോദര്യത്തിലാർന്ന ഒരു മനോഭാവമാണ് ഈ വരികളിൽ തുളുമ്പുന്നത്. എല്ലാ ജീവികളുടെയും അടിസ്ഥാനപരമായ ഭാവം പരസ്പരമായ ആകർഷണമാണ്. പരമാത്മാവിന്റെ ഗുണം പരസ്പരമായ പ്രേമമാണ്, സ്നേഹമാണ്. ഈ പ്രപഞ്ചത്തിൽ സ്നേഹത്തോടുകൂടി മനുഷ്യൻ ജീവിക്കേണ്ടതിന്റെ ആവശ്യകത, എല്ലാ ജീവികളും ഉൾച്ചേർന്ന് പൊരുത്തപ്പെട്ട് ഇവിടെ ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെല്ലാം നമുക്ക് ഈ വരിയിലൂടെ കാണാൻ കഴിയുന്നു. നമിക്കിലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം. വിനയമുള്ളിടത്ത് ഉയർച്ചയും, കൊടുത്താൽ നമുക്ക് ലഭിക്കുന്നു, നൽകിയാൽ നമുക്ക് തിരികെ കിട്ടുന്നു, നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തിന്നാൻ കഴിയുന്നു. ചുരുങ്ങിയ വാക്കുകളിൽ, ലളിതമായ വാക്കുകളിൽ മഹാകവി ഉൾച്ചേർക്കുന്ന സന്ദേശം വളരെ വലുതാണ്. ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം, അല്ലെങ്കിൽ ജീവിതത്തിൽ നമ്മൾ ഏത് മാർഗത്തിലൂടെ പോകണം, നമ്മുടെ കർമ്മ മേഖല എങ്ങനെയായിരിക്കണം എന്നെല്ലാം ഈ വരിയിലൂടെ നമുക്ക് വ്യക്തമാകുന്നു. നമുക്ക് നാമേ പണിപതുനാകം നരകവും അതുപോലെ. സ്വർഗവും നരകവും നാം തന്നെയാണ് പണിയുന്നത്, മറ്റൊരിടത്തും പോകേണ്ടതില്ല. ഈ ലോക ജീവിതം സ്വർഗതുല്യമാക്കി മാറ്റുന്നതും നരകതുല്യമാക്കി മാറ്റുന്നതും നാം തന്നെയാണ്. അനുകമ്പയാകുന്ന ആ ഒരു മനസ്സോടുകൂടി ഇവിടെ ജീവിച്ചാൽ മനുഷ്യൻ ദേവന്മാരായിട്ട് മാറും. മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ഗുണം അനുകമ്പയാണ്, ആർദ്രതയാണ്. പാഷാണത്തിന്റെയും ഔഷധത്തിന്റെയും പക്ഷിയുടെയും മൃഗത്തിന്റെയും ഒക്കെ പല രൂപങ്ങളിൽ ഈ പ്രകൃതിയിൽ പലതും വിലസിച്ച് കാണുന്നു. അതെല്ലാം നമുക്ക് സന്തോഷത്തെ തരുന്നു. എന്ന് വെച്ചാൽ ഈ പ്രകൃതിയിലെ ഓരോ ഭാവങ്ങളും വിലപ്പെട്ടത് തന്നെയാണ്. അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല. ഇവയിലെല്ലാം, ഈ പ്രപഞ്ചത്തിലെ ഓരോ കണികകളിലും എല്ലാത്തിലും പേർത്തും നമ്മിലും അവയിലും ഒപ്പം പ്രേക്ഷിക്കുന്നവർക്ക്, കാണുന്നവർക്ക് പ്രേമാത്മാവായി വിലസുന്ന നമ്മുടെ പിതാവിനെ കാണാം.
എത്ര മഹത്തരമായ വാക്കുകൾ! ഈശ്വരനെ കാണണമെങ്കിൽ മറ്റൊരിടത്തും പോകേണ്ടതില്ല. ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളിൽ ഈശ്വരൻ കുടികൊള്ളുകയാണ്. ഉലകാം ഉത്തമ വിദ്യാലയമതിൽ ഉപകാര ഉപനിഷത്ത് ഓദിക്കോനവൻ ഉപദേശിപ്പത് ഉറക്കെ കേൾക്കാം. ലോകമാകുന്ന വിദ്യാലയത്തിൽ ഉപകാരമാകുന്ന ഉപനിഷത്ത് ഈശ്വരൻ പഠിപ്പിക്കുന്നത് നമുക്ക് ഉറക്കെ കേൾക്കാം. ലോകത്തെ വിദ്യാലയമായും ഉപനിഷത്തിന്റെ ആ ഉപകാരമാകുന്ന ഉപനിഷത്തിന്റെ വിദ്യാഭ്യാസമായിട്ടും ഒക്കെ കവി വ്യാഖ്യാനിക്കുമ്പോൾ ഏകോദര സോദരരായി നാം എല്ലാവരും, എല്ലാ ജീവികളും ഈ ലോകപടത്തിൽ തമ്മിൽ ഇണങ്ങി ജീവിക്കണം. ലോകമാകുന്ന ഈ ഭൂമികയിൽ, ഈ ക്യാൻവാസിൽ നമ്മൾ എല്ലാ ജീവികളും ഇണങ്ങി നമ്മളിവിടെ ജീവിക്കണം. അടുത്തു നിൽപ്പോർ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർ അരൂപനീശ്വരൻ അദർശ്യനായാൽ അതിലെന്താശ്ചര്യം. പ്രേമസംഗീതത്തിന്റെ ഏറ്റവും ഭാവോദ്ദീപകമായ ആശയപ്രധാനമായ 2 വരികളായി നമുക്കിതിനെ എടുക്കാം. അടുത്തു നിൽക്കുന്ന സഹോദരനെ കാണാൻ കഴിയാത്തവർക്ക് അദൃശ്യനായ ഈശ്വരനെ എങ്ങനെ കാണാനായിട്ട് കഴിയും? എത്രയോ സത്യമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ടാഗോറിന്റെ ഗീതാഞ്ജലിയിൽ ടാഗോർ പറയുന്നത് പോലെ അടച്ചിട്ട ആരാധനാലയത്തിലെ കൽപ്രതിമകളിലൊന്നുമല്ല, മറിച്ച് അടുത്തു നിൽക്കുന്ന സഹോദരനിൽ ഈശ്വരൻ ഉണ്ട് എന്ന് ഇവിടെ മഹാകവി ഉള്ളൂർ നമ്മെ കാണിച്ചു തരുന്നു. അഹോ ജയിപ്പൂ ജഗദാധാരം ഒരു അത്ഭുത ദിവ്യമഹസ്. ഈ ജഗത്തിന്റെ ആധാരമായിട്ടുള്ള അത്ഭുതകരമായ ദിവ്യമായ മഹസ് ഇത് ജയിക്കട്ടെ. അഖണ്ഡമാണിത്. ഈ പ്രപഞ്ചശക്തി അഖണ്ഡമാണ്, ഖണ്ഡിക്കാൻ കഴിയില്ല, അദ്വൈതമാണ്, വിഭജിക്കാൻ കഴിയാത്തതാണ്, അചിന്ത്യമാണ്, ചിന്തിക്കാൻ കഴിയാത്തതാണ്. ഇത് അനാദിമദ്യാന്തം, ആദിയും മധ്യവും അന്ത്യവുമില്ലാത്ത, അവസാനവുമില്ലാത്ത ഈ പ്രപഞ്ചശക്തി എന്ന് പറയുന്നതിനെ വിഭജിക്കാനായിട്ട് കഴിയില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി പ്രപഞ്ചത്തിൽ ഉണ്ടെങ്കിൽ അത് ഇവിടത്തെ എല്ലാ ജീവജാലങ്ങളിലും ഒരുപോലെ കുടികൊള്ളുന്നത് തന്നെയാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലും അയ്യൻ പുലയനിലും ആദിത്യനിലും അണുകൃമിയിലുമുണ്ട് ആ ഈശ്വരന്റെ, ആ സ്നേഹത്തിന്റെ പരിസ്ഫുരണം. ജാതി മതചിന്തകൾക്ക് അതീതമായി, വലിപ്പ ചെറുപ്പങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു സമഭാവന കൂടി വരിയിൽ കാണാം. ഈശ്വരന്റെ കരസ്പർശം ഇവിടത്തെ എല്ലാ ജീവികളിലും ഒരുപോലെയാണ്. അരജനും അടിമയ്ക്കടിമയും അഭിന്നരാണ്, വ്യത്യാസമില്ല. അവരുടെ ഉള്ളിൽ കൊളുത്തിയിരിക്കുന്ന തിരിയിൽ കത്തുന്നത് അന്ധകരണാഖ്യം മനസാക്ഷിയാണ്. എല്ലാ ചരാചരങ്ങളിലും കുടികൊള്ളുന്ന ഈശ്വരൻ എന്ന് പറയുന്ന ആ ഒരു ചൈതന്യം ഒന്നാണ് എന്ന് ഉള്ളൂർ പറയുന്നിടത്ത് ഈ കവിത ഒരു വിശ്വഭൂമികയിലേക്ക് മഹത്തരമാകുന്നതിൻ്റെ ഏറ്റവും ഉദാഹരണം ഈ വരികളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം ഒരു അർച്ചനാ ഗീതമായിട്ട് നമുക്കെടുക്കാം. അദ്ദേഹത്തിൻ്റെ കവിതയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഈ ജീവനദായകനെ സ്തുതിക്കുമ്പോൾ നടേശ പരമാത്മൻ, ഞാനും ഈ പ്രപഞ്ചമാകുന്ന നർത്തകവേദിയിലെ കേവലം ഒരു അംഗം മാത്രമാണ് ഞാനും. ഇവിടെ എന്ത് വേഷമാണ് എനിക്കെന്ന് വിധിക്കുന്നത് അങ്ങാണ്. വിശ്വത്തിന്, ഈ പ്രപഞ്ചത്തിന് ഇഷ്ടമായിട്ട് നൃത്തം ചെയ്യുകയാണ് എൻ്റെ ജോലി. ഇവിടെ നാം ഓരോരുത്തരും ഇവിടെ ജനിച്ചതും ജീവിക്കുന്നതും ഒന്നും നമ്മുടെ താല്പര്യം കൊണ്ടല്ല, മറിച്ച് ഇതൊക്കെ നിശ്ചയപ്രകാരമാണ്. ഇവിടെ എങ്ങനെ ജീവിക്കണം, അത് ഈ ലോകത്തിന് ഹിതകരമായ വിധത്തിൽ നമ്മൾ ജീവിക്കണമെന്ന വലിയൊരാശയം. അരങ്ങുലയ്ക്കാൻ അരജൻ മതി, പക്ഷെ അതിന് കൊഴുപ്പേകാൻ അനുചരനും ആവാം. ഇവിടെ എല്ലാവരും വേണം, എല്ലാത്തിനും പ്രസക്തിയുണ്ട് എന്നാണ് ഈ വരികളിലൂടെ പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ നിലനിന്നുകൊണ്ട് നമ്മൾ എങ്ങനെ മുന്നോട്ട് നടക്കണം എന്നതിൻ്റെ കൃത്യമായ ഒരു താക്കീത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. നമ്മുടെ മനസാക്ഷിയാകുന്ന ആ ഒരു ഉൾവിളിയിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നു നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട ഈ പ്രപഞ്ച ജീവിതത്തിൽ. അത് കാണാനുള്ള മിഴികൾ നമ്മൾ തുറക്കണം.
അങ്ങനെ തുറന്നാൽ ഈ ലോകത്ത് നമ്മൾ നൃത്തം ചെയ്യുന്ന, മനോഹരമായി നൃത്തം ചെയ്യുന്ന, ഇവിടെ ജീവിക്കുന്ന നല്ലൊരു വ്യക്തിയായിട്ട് മാറും. ഒരുപക്ഷെ ചരാചരങ്ങളോടുള്ള സ്നേഹമാകുന്ന ആ കൺമഷി, ആ അഞ്ജനം എഴുതാത്ത കണ്ണുണ്ടെങ്കിൽ ഇനി നമുക്ക് ഈ ലോകത്തെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയും? ഈ ലോകത്തെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് വേണ്ട കണ്ണ് ചരാചരങ്ങളോടുള്ള സ്നേഹമാകുന്ന കൺമഷിയാകുന്ന ആ കണ്ണുകളാണ് വേണ്ടത്. മറ്റുള്ളവന്റെ സുഖമാണ് എൻ്റെ സുഖം, മറ്റുള്ളവന്റെ ദുഃഖമാണ് എൻ്റെ ദുഃഖം. യഥാർത്ഥത്തിൽ ഞാനും അന്യനും മറ്റുള്ളവനും ഈശ്വരനും ഒന്നാണ്. എൻ്റെ ശരീരവും എൻ്റെ ജീവനും ഈശ്വരൻ്റേതാണ്. അതുകൊണ്ട് അത് രണ്ടും പരാർത്ഥമാക്കണം, മറ്റുള്ളവരുടേതു കൂടിയാക്കണം. ഈ പകലും രാവും പ്രഭോ നമസ്കാരം എന്ന് പറഞ്ഞ് ഈ കവിത അവസാനിക്കുമ്പോൾ ഞാൻ ജീവിക്കേണ്ടത് മഹാകവി കുമാരനാശാൻ പറയുന്നത് പോലെ നളിനിയിലെ പ്രസക്തമായ 2 വാക്യങ്ങൾ ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികളെന്ന് ദിവാകരന്റെ വാക്കുകളിലൂടെ ആശാൻ അവിടെ സൂചിപ്പിച്ചെങ്കിൽ, ഇവിടെ പ്രേമസംഗീതത്തിൽ ഉള്ളൂർ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ ശരീരവും എൻ്റെ പ്രാണനും എൻ്റെ ദിവസങ്ങളും അന്യന് വേണ്ടിയാക്കിയാൽ എൻ്റെ ജീവിതത്തിന് ലക്ഷ്യപ്രാപ്തിയാകുമെന്ന് പറയുന്നിടത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിലെ ജീവിതം നമ്മൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള വലിയൊരാശയം, പ്രപഞ്ച സ്നേഹം, ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം വിശ്വപ്രേമ സംഗീതം തന്നെയാണ്. ഈ ലോക ജീവിതം എങ്ങനെ നമ്മൾ നയിക്കണമെന്നതിൻ്റെ വ്യക്തമായ സാക്ഷ്യപത്രമായിട്ട് ഈ കവിതയെ നമുക്ക് എടുക്കാൻ കഴിയും. തീർച്ചയായും ഉജ്ജ്വല ശബ്ദാഠ്യനും ഉല്ലേഖ ഗായകനുമായ മലയാളത്തിലെ ഈ പ്രിയ കവി കേരള സാഹിത്യ ചരിത്രം നമുക്ക് സമ്മാനിച്ചതുവഴി അറിവിൻ്റെ വലിയൊരു നിധിയെ തന്നെ നമുക്ക് തുറന്നു തരികയും അതുപോലെ വിദ്യാഭ്യാസത്തിലൂടെ ഒരുപാട് ഔന്നത്യങ്ങളിൽ എത്തുകയും ജാതി മത ചിന്തകൾക്ക് അതീതമായ കാഴ്ചപ്പാടുകൾ, സവർണതയുടെ നെറുകയിൽ നിൽക്കുമ്പോഴും ചുറ്റുമുള്ളവർ തൻ്റെ സഹോദരരാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ഊന്നി നിന്നുകൊണ്ട് തൻ്റെ ജീവികൾക്ക് വേണ്ടി എന്നും തൂലിക ചലിപ്പിക്കുകയും ചെയ്ത മഹാനായ കവിയായ ഉള്ളൂരിൻ്റെ ആ കാവ്യ സംഭാവനകൾക്ക് മുന്നിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം. ആലാപനം സിജിൽ കൊടുങ്ങല്ലൂർ. ഒരൊറ്റ മതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്കെ നമ്മെ പാലമൃദൂട്ടും പാർവണ ശശിബിംബം. ഭക്ത്യനുരാഗദയാദിവപുസ്സ പരാത്മചൈതന്യം പലമട്ടേന്തി പാരിതിനെങ്ങും പ്രകാശമരുളുന്നു. അതിന്നൊരറിയാം നാസ്തിക്യം താൻ ദ്വേഷം ലോകത്തിന്നഹോ തമസ്സാമതിലടിപ്പെട്ടാലകാല മൃത്യുഫലം. മാരണദേവതയാമതുമാറ്റും മണവറ പട്ടടയായി മടുമലർവാടിക മരുപ്പറമ്പായി വാനം നാരകമായി. പ്രപഞ്ചമുകുരം നമ്മുടെ രൂപം പ്രതിബിംബിപ്പിപ്പൂ, പ്രപഞ്ചകുഹരം നമ്മുടെ ശബ്ദം പ്രതിധ്വനിപ്പിപ്പൂ. പ്രപഞ്ചമസ്മൽ വചനാമ്രേടന പണ്ഡിതമാം കീരം. പ്രപഞ്ചമസ്മൽ ഭാവ വിഡംബന പാടവമാർന്ന നടൻ. പ്രപഞ്ചഭൂമിയിൽ വിതച്ച വിത്തിൻ ഫലത്തെ
നാം കൊയ്വൂ. പ്രപഞ്ചമരുൾവൂ പട്ടും വെട്ടും പകരത്തിനു പകരം. വിളക്കു കൈവശമുള്ളവനെങ്ങും വിശ്വം ദീപമയം. വെണ്മ മനസ്സിൽ വിളങ്ങിന ഭദ്രനുമേന്മേലമൃതമയം. പേശലമല്ലൊരു വസ്തുവുമുലകിൽ പ്രേക്ഷകനില്ലെന്നാൽ ഈശ്വര സൃഷ്ടിയിലെങ്ങെങ്ങില്ലീ ഇതരേതര യോഗം. പദാർത്ഥനിരതൻ പ്രകൃതിജഭാവം പരസ്പരാകർഷം. പ്രാണികുലത്തിൻ പരമാത്മഗുണം പരസ്പര പ്രേമം. നമിക്കിലുയരാം നടുകിൽ തിന്നാം നൽകുകിൽ നേടിയിടാം. നമുക്കു നാമേ പണിവതു നാഗം നരകവും അതുപോലെ. മനവും മിഴിയും നാവും കരവും മന്നിൽ മാലകലാൻ. മഹാനുകമ്പാമസൃണിതമാക്കും മാനുഷർ ദേവന്മാർ. പാഷാണൌഷധി പക്ഷി മൃഗാദികൾ പല പല വടിവുകളിൽ. പ്രകൃതി ലസിപ്പൂ നമുക്കു ചുറ്റും പരമോത്സവദാത്രീ. പേർത്തും നമ്മിലും അവയിലുമൊപ്പം പ്രേക്ഷിപ്പോർക്കെല്ലാം. പ്രേമാത്മാവായി വിലസും നമ്മുടെ പിതാവിനെ കാണാം. ഉലകാമുത്തമ വിദ്യാലയമതിലുപകാരോപനിഷത്തോദിക്കോനവനുപദേശിപ്പതുമുറക്കവേ കേൾക്കാം. ഏകോദര സോദരർ നാമേവരുമെല്ലാ ജീവികളും. ലോകപടത്തിൽ തമ്മിലിണങ്ങിടുമോദ പ്രോതങ്ങൾ. അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്കരൂപനീശ്വര അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. അഹോ ജയിപ്പു ജഗദാധാരമൊരത്ഭുത ദിവ്യമഹസ്സഖണ്ഡമദ്വയമചിന്യ വൈഭവമനാദിമധ്യാന്തം. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലുണ്ടയ്യൻ പുലയനിലുണ്ടാദിത്യനിലുണ്ടണുകൃമിയിലുണ്ടതിൻ പരിസ്ഫുരണം. അരജർക്കരജനുമടിമയ്ക്കടിമയുമഭിന്നർ ഉള്ളിലവർക്കതിൽ കൊളുത്തിന തിരിതാൻ കത്തുവദന്തകരണാക്യം. അരജർക്കരജനുമടിമയ്ക്കടിമയുമഭിന്നർ ഉള്ളിലവർക്കതിൽ കൊളുത്തിന തിരിതാൻ കത്തുവദന്തകരണാക്യം.